مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصله جهنم وساءت مصيرا. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക് കൊടുത്തയച്ച ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയെന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹവ്വ ബീവിയോടും ഭൂമിയിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോളി, ഭൂമിയിലേക്ക് നിങ്ങൾക്ക് വരും. എന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഹുദ നിങ്ങൾക്ക് വരും. ആ ഹുദ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞ ആ ഹിദായത്തിന്റെ തെളിഞ്ഞ ആ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നതാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണേണ്ടത്. കാരണം അത് തെളിഞ്ഞ ഒരു വഴിയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ, രണ്ട് കണ്ണ് തന്നു എന്നത് നീ കാണുന്നുണ്ട്, നീ എന്നൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ വലിസാനം വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടുകൾ നിനക്ക് നൽകിയില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ വഹദൈനാഹുൻ നജ്ദൈൻ, തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് വഴികളും അള്ളാഹു കാണിച്ചു. അതിലൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്തുന്ന വഴിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ആ വഴിയിൽ പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നതാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്ത്. അതിന് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ ഏതെങ്കിലും വഴി വക്കിൽ വിട്ടേച്ചുകൊണ്ട് പോയതല്ല. നമ്മൾ പറഞ്ഞു, തറക്തുക്കും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസിഉ അൻഹാ ബഅദി ഇല്ലാ ഖാലിഖ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് നമ്മളെ കൽപ്പിക്കാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആ വഴി നിങ്ങൾക്ക് കൃത്യമാക്കിയിട്ടാ പോകുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു,
ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി, നിങ്ങൾ പിന്നെ വഴി തെറ്റൂല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളെ ഞാൻ ഒരു വെളുത്ത പ്രകാശപൂർണമായ ഒരു സ്ഥലത്ത് വിട്ടേച്ചുകൊണ്ടാ പോണ്. എന്നിട്ട് ആ ബൈവാഹിനും അള്ളാഹുവിന്റെ റസൂല് വിശദീകരണം കൊടുത്ത എന്താ, അതിന്റെ രാത്രി പകല് പോലെയാണ്. അത്രമാത്രം തെളിഞ്ഞ, ഒരു നിലക്കുള്ള സംശയവും നിങ്ങൾക്ക് ഇടവരാത്ത വിധം അത്ര കൃത്യമായ ഒരു കാര്യം ഒരു സ്ഥലത്ത് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പോകുന്നത്. എന്നാൽ എനിക്ക് ശേഷം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളല്ലാതെ നാശമടയുകയില്ല. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഓന് തെറ്റിപ്പോവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ആ വഴി കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഴിയിലേക്ക്, സഹോദരിമാരെ, ആ വഴിയിലേക്ക് പലപ്പോഴും ആളുകൾ കയറാതെ മാറി നിൽക്കാൻ എന്താ കാരണം? ഇത്ര തെളിഞ്ഞ ഒരു മാർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടേച്ച് പോയിട്ട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി എന്ന് കൃത്യമായി പഠിപ്പിച്ചു പോയ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വഴിയിലേക്ക്, ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ അഹങ്കാരമാണ്. സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി നടക്കുന്ന മനുഷ്യരാണ് അതിന് ഏറ്റവും വലിയ ഒരു വിഘാതം എന്ന് പറയുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ അടുക്കലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനെ പ്രേരിപ്പിച്ച ഘടകം ഏതാ? അഹങ്കാരാണ്. ഞാൻ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടൊക്കെ പറയണം, നിങ്ങളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഖാല, അവൻ പറഞ്ഞ മറുപടി എന്താ? അസ്ജുദു ലിമൻ ഖലഖത തീനാ, ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ? ഓക്കേ, എന്താ മനസ്സിലുണ്ട്? അഹങ്കാരം. ഞാൻ ഇവന്റെ മുമ്പിലോ? ഈ ഒരു ബോധ്യം ഉള്ളിലുള്ള ആൾക്ക് സത്യത്തെ, പ്രവാചകന്റെ ആ വഴിയെ സ്വീകരിക്കാൻ അവർ കഴിയില്ല. ഈ ഇബ്ലീസിയൻ ചിന്ത സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം. നോക്കൂ, ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ഇത്രയും നല്ലൊരു തെളിഞ്ഞ മാർഗത്തിലേക്ക് എന്താ അയാൾ വരാത്തത്, എന്താ ഇയാൾക്ക് അതൊന്നും ചിന്തിക്കാത്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ അത്തരം ആളുകളിൽ കാണുന്ന ഒരു വസ്തുത നോക്കൂ. അബൂജഹൽ പ്രവാചകനെ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബനു ഹാഷിം കുടുംബം, അബൂജഹലിന്റെ പ്രവാചകന്റെ കുടുംബം ബനു ഹാഷിമാണ്. അബൂജഹലിന്റെ ഗോത്രം ബനു മഖ്സൂമാണ്. ബനു മഖ്സൂമും ബനു ഹാഷിമും അവർ ആ കുടുംബങ്ങള് പദവികൾക്ക് വേണ്ടി, വലിയ പ്രശസ്തിക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ ബനു ഹാഷിമിലായിപ്പോയി ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അപ്പൊ സ്വാഭാവികമായും പ്രവാചകനെ അത്രമേൽ സത്യസന്ധനായ, ഒരു കളവും പറയാത്ത, ആളുകൾക്ക് മുമ്പിൽ അത്രയേറെ സ്വീകാര്യനായ ഒരു മനുഷ്യൻ മുഹമ്മദ്, ആ മനുഷ്യൻ പറഞ്ഞത് എന്തുകൊണ്ടാ അബൂജഹലെ നീ കേൾക്കാത്തത് എന്ന് മഖ്സൂം ഗോത്രക്കാരനായ അഖ്നസ് ബിൻ ശരീഫ് ഒരിക്കൽ അബൂജഹലിനോട് ചോദിക്കാണ്, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മുഹമ്മദിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഒന്ന് സത്യസന്ധമായി നീ പറയുമോ എന്ന് പറഞ്ഞപ്പോൾ തഫ്സീർ ത്വബരിയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അൻ ബഅദ് അഹ്ലിൽ ഇൽമി അന്ന അഖ്നസ് ബിൻ ശരീഫ് ഇബ്നു അംർ ബിൻ വഹബ് അസ്സഖഫി, എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഖിയ അബാ ജഹൽ ബിൻ ഹിഷാം, അബൂജഹലിനെ ഞാൻ കണ്ടുമുട്ടി. ഫഖാല ലഹു, ഞാൻ പറഞ്ഞു, യാ അബൽ ഹകീം, ഏറ്റവും നല്ല പദവി കൊടുത്ത് വിളിച്ചു. എന്നിട്ടോ അഖ്ബിർനി അൻ മുഹമ്മദ്, മുഹമ്മദിനെ പറ്റി നീ എനിക്കൊന്ന് പറഞ്ഞുണ്ടാ. മുഹമ്മദുൻ സാദിഖും അം കാദിബുൻ, മുഹമ്മദ് കള്ളനാണോ അതല്ല സത്യസന്ധനാണോ? എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഫഇന്നഹു ലൈസ ആഹുനാ അഹദും മിൻ ഖുറൈശ് ഗൈരി വഗൈറുക യസ്മഉ കലാമക, ഞാനും നീയുമല്ലാതെ
ഖുറൈശികളിൽ നിന്ന് ഒരു കുട്ടിയും ഇവിടെ ഇല്ല. ഇത് പറഞ്ഞു സ്വകാര്യാണ്. മുഹമ്മദിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അബൂജഹലിനോടാണ് ചോദിച്ചത്. ഫഖാല അബൂജഹൽ വൈഹക, നിനക്ക് നാശം. വല്ലാഹി ഇന്ന മുഹമ്മദുൻ ലസാദിഖുൻ, മുഹമ്മദ് സത്യസന്ധനാണ്. വമാ കദബ മുഹമ്മദുൻ ഖത്തുൻ, മുഹമ്മദ് കളവ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ എന്താ കാര്യം? വലാകിൻ ഇദാ തനാസഅതനാ വബനൂ ഖുസയ്യ അശ്ശരീഫ് അത്ഇമു ഫഅതഅംനാ. മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് സത്യസന്ധനാ, കളവൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഗോത്രം നമ്മൾ അവര് ഭക്ഷണം കൊടുത്തു, നമ്മളും ഭക്ഷണം കൊടുത്തു. അവര് കുടിപ്പിച്ചു, നമ്മളും കുടിപ്പിച്ചു. നമ്മൾ അഭയം കൊടുത്തു, അവരും അഭയം കൊടുത്തു. അതുപോലെ നമ്മള് കുതിരകളെ വെച്ച് മത്സരിച്ചു, നമ്മളും മത്സരിച്ചു, അവരും മത്സരിച്ചു. അങ്ങനെ അവര് നമ്മുടെ ഒപ്പത്തിലെത്തി. അപ്പോഴാണ് വഖാലു, അവരുടെ ആളുകൾ പറയുന്നു, മിന്നാ നബിയുൻ യഅതി അൽ വഹ്യു മിനസ് സമാ. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രംഗത്തും ഈ രണ്ട് കുടുംബങ്ങളും ഭയങ്കര പദവിയിൽ തുല്യായി പോവാണ്. ആ തുല്യായി പോകുന്ന സന്ദർഭത്തിലാണ് അവരെ ചില ആളുകൾ പറയുന്നത്, ആകാശത്ത് നിന്ന് വഹി വരുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് നമുക്കില്ലല്ലോ എന്ന് വന്നപ്പോ വല്ലാഹി ലാ നുഅ്മിനു ബിഹി അബദൻ വലാ നുസദ്ദിഖുഹു. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ചെറുതായി പോകും. ഈ ഇബ്ലീസിയൻ ചിന്ത ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് സത്യസന്ധനാണ് എന്നുള്ള സത്യത്തെ, എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാതെ അബൂജഹലിന് മാറി നിൽക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാ? ഉള്ളിലുള്ള ഈ അഹങ്കാരമാണ്. ആ ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യത്തെ അവർ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ സംസാരത്തെ വിശുദ്ധ ഖുർആൻ അതെടുത്ത് പറയുന്നുണ്ട്. ഖദ് നഅലമ അന്നഹു ലയഹ്സുൻകല്ലദീ യഖൂലൂന ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്, അവർ പറയുന്നത് നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന കാര്യം തീർച്ചയായും നമുക്കറിയാം. ഖദ് നഅലമ ഇന്നഹു ലയഹ്സുൻകല്ലദീ യഖൂലൂന, അവർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങേക്ക് ദുഃഖമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, എന്നാൽ അവർ ഒരിക്കലും യാഥാർത്ഥ്യത്തെ അവർ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വലാകിന്നൽ ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ മറച്ചു വെക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് സത്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആലോചിക്കും. ഇന്ന് ഈ ഒരു ഇബ്ലീസിയൻ ചിന്ത, ഈ അബൂജാഹിൽ ചിന്ത ഇന്നുണ്ട്. ഇന്നിപ്പോ ഒരാള് പറയാണ്, ഒരാളെ മൗലാന്ന് വിളിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കബറിൽ കിടക്കുന്ന ഞങ്ങളാളെയും മൗലാന്ന് ഞങ്ങൾ വിളിക്കും. എന്താ തകരാറ്? മൗല എന്ന് വിളിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല എന്നതാണ് സത്യം. പക്ഷേ ആ സത്യത്തെ വിട്ടുകൊണ്ട് അസത്യത്തിന് വേണ്ടി മത്സരിക്കുന്നവർ ഇപ്പം എന്ത് ചെയ്യാണ്? ആ സത്യമായ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് അവർ തന്നെ അക്കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാള്, അയാൾക്ക് ദേഷ്യമുണ്ട്, അയാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അയാളെ മൗലാന്ന് വിളിച്ചോ, എന്നാൽ ഞങ്ങളെ ശൈഖിനെയും ഞങ്ങൾ മൗലാന്ന് വിളിക്കും. ഇനി അതല്ല, ഞങ്ങളെ ഈ മരിച്ചുപോയ ഞങ്ങളുടെ ഈ ശൈഖ് പടച്ചോനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതുകൊണ്ട് അത് പടച്ചോൻ തന്നെയാണ്. നോക്കി എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറഞ്ഞത്? എന്തിനാ ഈ ഒരു ഉള്ളിലേക്ക് അഹങ്കാരം കയറിയപ്പോ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് വരെ മനുഷ്യരെ ഉയർത്തുന്നിടത്തേക്ക് മത്സരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഈ മാർഗത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന് മൗല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, ആരാ യഥാർത്ഥത്തിൽ? അള്ളാഹുവാണ് യഥാർത്ഥം നമ്മുടെ സഹായി. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി
വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ഞങ്ങൾക്ക് കഴിയാത്തത് റബ്ബേ ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കല്ലേ വഗ്ഫു അന്നാ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം വഗ്ഫിർ ലനാ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണം വർഹംനാ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം അൻത മൗലാനാ നീയാണ് ഞങ്ങൾക്ക് എല്ലാം നൽകുന്നവൻ എല്ലാ സഹായം ഫൻസുർനാ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം അലൽ ഖൗമിൽ കാഫിരീൻ അവിശ്വാസികളായ ആളുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് വിശ്വാസിയുടെ പ്രാർത്ഥന അല്ലാഹു എടുത്തു പറഞ്ഞെടുത്ത് അൻത മൗലാന നീയാണ് അതിന് കഴിയുന്നവൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ പറയുന്നില്ലേ, പ്രഖ്യാപിക്കുന്നില്ലേ, കുല്ലൻ യുസീബന നമ്മൾക്ക് ഒന്നും ബാധിക്കുന്നില്ല ഇല്ലാ മാ കതബല്ലാഹു ലനാ അല്ലാഹു എഴുതി വെച്ചതല്ലാതെ ഹുവ മൗലാന അവനാണ് നമുക്ക് എല്ലാം സഹായിക്കുന്നവൻ വഅലല്ലാഹി അല്ലാഹുവിന്റെ മേലാണ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വിശ്വാസികളെ നിങ്ങൾ ബലമേൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇന്ന ആളെ മൗലയാക്കാൻ മത്സരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യം അറിയാനിട്ടാണോ, ഈ സത്യം അറിയാനിട്ടാണോ? വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം പടച്ചോനല്ലാതെ മറ്റൊരു മൗലല്ല. നമ്മളെ സഹായിക്കാൻ അവന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കഴിവിനപ്പുറത്ത് എന്തൊരു സഹായവും, അത് മനുഷ്യരുടെ കഴിവിനപ്പുറത്തേക്കുള്ള ഏതൊരു സഹായതത്വവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നാ? പടച്ചോനിൽ നിന്നാണ്. ഏതെങ്കിലും ജിന്നിൽ നിന്നോ, ഏതെങ്കിലും മലക്കിൽ നിന്നോ, ഏതെങ്കിലും വലിയിൽ നിന്നോ, ഏതെങ്കിലും ശൈഖിൽ നിന്നോ, ആരിൽ നിന്നും നമുക്ക് നമ്മുടെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഒരു സഹായം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് കഴിവുള്ളവനാരാ? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കാനാണ് വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതുകൊണ്ടാണ് ആ മാർഗത്തിൽ നിന്ന് വിട്ടാ പിന്നെന്താ ഉണ്ടാകുക? ആ ഒരു മാർഗത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്യുന്നവനാ, അവൻ എതിർക്കുന്നവനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമൻ യുശാഖികിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. വമൻ യുശാഖികിർ റസൂല ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് എതിരായി നിൽക്കുക, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ഈ സന്മാർഗം കൃത്യമായി വ്യക്തമാക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന് എതിരായി നിൽക്കുക, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ റസൂല് ഇന്ന മാർഗാണ് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത മാർഗത്തെ വിട്ട് വേറൊരു മാർഗം സ്വീകരിച്ചവൻ, റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് എതിരായി നിൽക്കുന്നവൻ, ഖുർആനിന്റെ ആയത്തുകൾക്ക് റസൂലിന്റെ ഹദീസിന് എതിരായി നിൽക്കുന്ന ആൾ അല്ലാഹു ചെയ്യുന്നത് എന്താ? നുവല്ലി മാ തവല്ല. അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത്, ഏതൊരു വാദവുമായിട്ടാണോ നടക്കുന്നത്, അതിലേക്ക് അവനെ നയിക്കും. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. അവനെ നരകത്തിലിട്ട് അല്ലാഹു കത്തിക്കുകയും ചെയ്യും, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഉണ്ടാകാം. ഇത് ഇവിടെ മാത്രല്ല, ഈ വിശ്വാസ രംഗത്ത് മാത്രല്ല, ഒരാളോടുള്ള വാശി അല്ല അയാളോടുള്ള ഒരു അഹങ്കാരം മനസ്സിൽ കയറിയാൽ കുടുംബത്തിൽ വരും ഈ അസുഖം, നമ്മുടെ സമൂഹത്തിൽ വരും അസുഖം, നമ്മുടെ പള്ളിയിൽ വരും അസുഖം, നമ്മുടെ അയൽപക്കത്ത് വരും അസുഖം. ഓന് ചിലരോടുള്ള വാശിക്ക് നീട്ടുണ്ടോ, ഇയാളുണ്ടോ, എന്നാ ഞാൻ അങ്ങോട്ടില്ല. എന്താ? ചില സഹോദരങ്ങൾ പരസ്പരം തെറ്റാൻ കാരണം ഇത്തരം ഇബ്ലീസിയൻ ചിന്താണ്. ഓന് കൊടുത്തോ, എന്നാ ഞാനല്ല. സത്യം ഏതാ അവനറിയാം, പക്ഷെ ഓൻ അവിടെ ഉണ്ടല്ലോ, അവിടെ ഞാനില്ല. ഓക്കെ, ആർക്കാ നഷ്ടം? നുവല്ലി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുപോയി എത്തിക്കുക നരകത്തിന്റെ വഴിയിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഒരു സംഗതി സത്യം അറിഞ്ഞാൽ അത് ഇന്ന ആളുണ്ടല്ലോ, ഓലൊക്കെ ഉണ്ടോ
ആ ഞാനല്ല എന്നല്ല, സത്യമാണോ അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അവനവന്റെ പരലോകത്തിന് വേണ്ടി അവിടെ വിജയിക്കാൻ വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക വഴി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വന്ന ഒരു സംഭവം, ആ സംഭവത്തിൽ ഒരു സത്യത്തെ മറച്ചു പിടിച്ചപ്പോ ഇറങ്ങിയ ആയത്താണ്. ഏതാണ്? തുഅ്മ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയുടെ പടച്ചട്ട ഇദ്ദേഹം മോഷ്ടിക്കുകയാണ്. അപ്പോ അദ്ദേഹം മോഷ്ടിച്ച സന്ദർഭത്തിലാണ് പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോ അദ്ദേഹം ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ആ ഒളിപ്പിച്ചു വെച്ച് അവസാനം പ്രവാചകന്റെ അടുത്ത് കേസെത്തുകയും പ്രവാചകന്റെ മുമ്പിലെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ജൂതന് അദ്ദേഹമാണ് കള്ളനെന്നും ഇയാൾ നിരപരാധിയാണെന്നും എന്ത് ചെയ്തു? വിധിക്കാൻ തീരുമാനിച്ചു നിൽക്കാൻ. അപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ കള്ളൻ എന്ന് പറഞ്ഞാൽ ഇത് കട്ടിട്ടുള്ളത് തുഅ്മയാണ് എന്ന് വ്യക്തമാകുകയും ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തു. ആ സത്യത്തെ പുറത്തു വന്നതോടെ അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് തുഅ്മ പോവാണ്. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇനി ഈ മാർഗത്തിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഏതായാലും കുറവായി, ഇനി ഞാൻ ഈ മാർഗത്തിലില്ല എന്ന് പറഞ്ഞ് ആ മാർഗത്തിൽ നിന്ന് ഒഴിവാക്കി. ഒരു സംഗതി ചെയ്ത് ഞാൻ തെറ്റാണ്, അത് തെറ്റാന്ന് ബോധ്യമായാൽ പിന്നെ അതിന് ന്യായീകരിച്ചിരിക്കല്ല. പിന്നെ ആ ന്യായീകരണത്തിന്റെ പേരിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു സത്യമാർഗത്തിൽ നിന്ന് ഞാനൊന്നും പഠിക്കില്ല, ഇനി ഞാൻ വഹിക്കില്ല എന്ന് പറഞ്ഞു പോണ അവസ്ഥ ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അവരും അവസാനം എത്തിപ്പെടുക അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ നിന്ന്, അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോവാ. ഓരോ ചെറിയ കാരണം പറഞ്ഞ് അബദ്ധങ്ങൾ സംഭവിക്കും, അബദ്ധം വന്നുപോകും. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും എന്നിട്ട് അതിനേക്കാൾ നല്ല കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ മറികടക്കുകയും ചെയ്യുക എന്നതാ വിശ്വാസി ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് ഇനി ഞാൻ ഈ പരിപാടിക്ക് എന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം എന്നല്ല, ഞാൻ ഇനി തോന്നിയതുപോലെ എന്ന് നടന്നാൽ അവസാനം എന്താ ഉണ്ടാകുക? അവൻ എത്തിപ്പെടുന്നത്, അള്ളാഹു അവന് കൊടുക്കുന്നത് നരകമാണ്. കുട്ടരെ, ആ നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞെന്താ? പറഞ്ഞെന്താ? ചൂടേറിയ നരകമാണ്. ഒരു നിലക്കും നമ്മുടെ കഠിനമായ ആ ചൂട് നമ്മൾ ഏൽക്കുന്ന സന്ദർഭത്തിൽ തിളച്ചു മറയുന്ന ആ ഒരു ചൂടേറിയ വെള്ളമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. തുസ്കാമിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരിയ. അത് ഒരിക്കലും അവർക്ക് ലരിയ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള വിഷച്ചെടി, അത് ഒരു നിലക്കും അവർക്ക് എന്താണ് ഭക്ഷണമായിട്ട് അത് പറ്റുകയില്ല, അത് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. മാത്രമല്ല ലാ യുസ്മിനു വലാ യുഗ്നി മിൻജു, ഒരു നിലക്കുള്ള വിശപ്പടക്കുകയോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും പോഷണം നൽകുകയോ ആ ലരിയ കൊണ്ട് അവർക്ക് ലഭ്യമാകുകയില്ല. അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ അപ്പുറത്ത് ചെറിയ കാരണങ്ങൾ പറഞ്ഞ്, ദുനിയാവിലെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുക, വാശി പിടിക്കുക, സത്യത്തെ മറച്ചു വെക്കുക, സത്യത്തിൽ നിന്ന് വേറെ വഴി സഞ്ചരിക്കുക എന്ന അവസ്ഥ ഉണ്ടായാൽ താൽക്കാലികമായി ചില അല്പം നേട്ടമുണ്ടാവും. എന്നാൽ ശാശ്വതമായി സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കിട്ടുന്നത് എന്നും നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി ഏത് വ്യക്തിപരം, കുടുംബപരം, സാമൂഹികപരം, നമ്മുടെ എവിടെയാണെങ്കിലും സത്യസന്ധമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ. അതിന്റെ പേരിൽ അല്പം പരിഹാസം കേൾക്കേണ്ടി വന്നു. ഞാൻ ഒരു സത്യത്തിന് വേണ്ടി നിലനിന്നപ്പോ അതിന് ചിലപ്പോ ഒരു പരിഹാസം കേൾക്കേണ്ടി വന്നു. പ്രവാചകൻ പറഞ്ഞില്ലേ, അങ്ങേക്ക് വിഷമുണ്ടെന്നറിയാം, പക്ഷേ പ്രവാചകരെ അവരൊക്കെ ആ പറയുന്ന ആളുകൾ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ടാണ്, നമ്മളും അതിനെ സ്വീകരിക്കേണ്ടത്. പലപ്പോഴും ആക്ഷേപങ്ങൾ ഉണ്ടാവും, പരിഹാസം ഉണ്ടാവും, സത്യമാണല്ലോ, അള്ളാഹുവേ നിന്റെ പ്രീതി മാത്രമാണല്ലോ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. എന്നാൽ ആ ചൂടേറിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് മുമ്പിൽ
ഒരുപാട് ഓഫറുകൾ വെക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ഓഫറാണ് സുബഹി നമസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ. പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലമൊക്കെ ആണ്. മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മുടെ ഒരു മനസ്സിലേക്ക് വരിക എന്താ വെച്ചാൽ ചെറിയൊരു കാരണം കിട്ടിയാൽ മതി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിലോ അല്ല അടങ്ങിയിരിക്കും. പക്ഷെ നമുക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ വരേണ്ട നമസ്കാരങ്ങളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരം സുബഹി നിസ്കാരം. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയാണ് മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. നമുക്ക് ഇത് എത്ര വലിയ ഓഫർ ഉണ്ടായിട്ട് ഒരാളത് നഷ്ടപ്പെടുത്താൻ. ഈ ബർദൈനികൾ ആരെങ്കിലും നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഈ ബർദൈനി എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരവും അസർ നമസ്കാരവും, ഈ രണ്ട് നമസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗം കിട്ടാൻ മാത്രം ഉണ്ട്. ഒരാള് നരകത്തിൽ പ്രവേശിക്കുകയില്ല. എലിജു പറഞ്ഞാല് സൂചി ഇതാക്കുന്നില്ലേ, അതിലൂടെ പ്രവേശിക്കുകയില്ല. ഒരാള് പ്രവേശിക്കില്ല നരകത്തില്. ആര്? നമസ്കരിച്ച ഒരാൾ. എപ്പോ? ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും, വഖബല ഗുറൂബിഹ, അസ്തമിക്കുന്നതിന് മുമ്പും. അപ്പൊ സുബഹി അസർ അത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് ഒരിക്കലും നരകത്ത് പ്രവേശിക്കുന്നത്. എന്ത് വലിയൊരു ഓഫറാ. എന്നിട്ട് ഇത്ര വലിയൊരു ഓഫർ ഉണ്ടായിട്ട് എത്ര ആളുകൾ, സഹോദരങ്ങളെ, നമ്മൾ അത് ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എത്ര ആളുകളുണ്ട് സുബഹി നമസ്കാര സമയത്ത് പണിയില്ലാതെ, അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ, എന്നാൽ വേറെ ശുഭലൊന്നും ഇല്ലാതെ എത്ര ആളുകളുണ്ടാവും. എത്ര ആള് പള്ളിയിലെത്തുന്നു. ഇത്രയും വലിയൊരു ഓഫർ ഉണ്ടായിട്ട് ആ ഓഫർ വാങ്ങാൻ എത്ര ആളത്തുണ്ട്. യഥാർത്ഥത്തിൽ ആ എത്തിയാൾക്ക് അള്ളാഹു പരലോകത്തെ കൊടുക്കുന്ന സ്വർഗ്ഗം പറഞ്ഞു. എന്നാൽ ഇവിടെ കിട്ടണം. അങ്ങനെ എഴുന്നേറ്റ് സുബഹിക്ക് വന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ നേരത്തെ എഴുന്നേറ്റ് ആ പ്രഭാതത്തെ ധന്യമാക്കിയ ആളുകൾക്ക്, എന്റെ ഉമ്മത്തിലെ ആളുകൾക്ക് ബർക്കത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, പഠിച്ചോനെ എന്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് കൊടുക്കണം. ഏത്? അള്ളാഹുവേ, ഈ പ്രഭാത സമയങ്ങളിൽ നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണമേ എന്ന്, എന്റെ ഉമ്മത്തിന് അനുഗ്രഹം കൊടുക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എഴുന്നേറ്റ ആളുകൾക്ക് രാവിലെ ബർക്കത്ത്, അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സമയം കിട്ടിയിട്ടോ, എന്തൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടും സമയം ബാക്കി. ചിലർക്ക് ചില സ്ത്രീകൾക്ക് വൈകി എണീക്കുന്ന സ്ത്രീകൾ എത്ര പണിയെടുത്താലും തീരൂല. അസറിന്റെ സമയമാകുമ്പോൾ ലൊഹറിന്റെ ആ ഒക്കെ കൂടി അസറിന്റെ സമയമാവും. എത്ര രാവിലെ എഴുന്നേറ്റ് പക്ഷെ ഒരു പണിയും തീരുന്നില്ല. ചില ഓഫീസിലേക്ക് പോയാൽ നേരെ ഒന്ന് കിടന്നുറങ്ങി ഓഫീസിൽ പോയാൽ അന്ന് കാണാം എത്ര പണിയായി തീരുക. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ആ സുബഹിസ്കരിച്ച് ഉറങ്ങാതെ ഖുർആനൊക്കെ ഓതി ആ ബർക്കത്ത് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം തീരുന്നതാണ്. അതാ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും, ദുനിയാവിലും കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നാലും ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ പറ്റി പറഞ്ഞെന്താ? റക്അത അൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹാനല്ലാഹ്, 2 റക്അത്ത് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതെന്താണ്? അത് ആ 2 റക്അത്ത് ഈ ലോകവും അതിലുള്ള എല്ലാറ്റിനേക്കാളും ഖൈറാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ ഓഫർ ഇതിനേക്കാൾ വലിയ എന്തുണ്ടോ? പക്ഷേ നമ്മൾ ഒരു 50 ലക്ഷം രൂപ നമുക്കൊരു കോൺട്രാക്ട് കിട്ടി. നമുക്കൊരു കോൺട്രാക്ട് 50 ലക്ഷത്തിന്റെ ഒരു കോൺട്രാക്ട് വേണ്ട, ഒരു 50 മില്യൺ ആക്കാം. ഒരു 50 മില്യന്റെ കോൺട്രാക്ട്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരു 4 മണിക്ക് സൈറ്റിലെത്തണം. 50 മില്യന്റെ കോൺട്രാക്ട് കിട്ടിയിട്ട് ഇതാണ് ഇപ്പൊ കണ്ടീഷൻ. പണിക്കാരോടൊക്കെ പറഞ്ഞു, ഓ നമ്മൾ റെഡി, കാരണം അത്ര വലിയ മില്യൺ അല്ലേ മുന്നിൽ കിടക്കണേ. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലുതാ പറഞ്ഞു. നമ്മൾ കണക്ക് കൂട്ടിയതിനേക്കാൾ വലുതാവാൻ സ്വർഗം തരാൻ. എന്നിട്ടോ അതിന്റെ മുമ്പ് നിസ്കരിച്ച ദുനിയാവും അതിലുള്ളും തരാൻ. എന്നിട്ടും നമുക്ക് ഇങ്ങോട്ട് എണീറ്റ് പോരാൻ കഴിയില്ല. എന്നാ ഇവിടെ ഒരു 50 എന്തെങ്കിലും ഒരു സംഖ്യ ഉണ്ട്, അതിന് ഇന്ന സമയത്ത് വരുന്ന പറഞ്ഞാൽ റെഡിയാണ്, റെഡി. അപ്പൊ നമ്മുടെ മനസ്സാണ്, നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കിട്ടണം, അത് വാങ്ങണം. കാരണം അതിന് ആ ബർക്കത്ത് നമുക്കൊക്കെ
ഒക്കെ ലഭ്യമാകാനുള്ള തൗഫീക്ക് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്കുണ്ട്. വല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇതിനേക്കാൾ കഷ്ടപ്പാടുള്ള ഒരു നേരെ പള്ളിയിലേക്ക് പോകാൻ വരെ സാഹചര്യം ഇല്ലാത്ത എത്രയോ ആളുകൾ ലോകത്തുള്ളപ്പോഴാണ് സമാധാനത്തോടെ കൂടി കടന്നുറങ്ങുന്നത്. ഇതൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരമാവധി അള്ളാഹുവിൻ്റെ ആ ഒരു ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി അതിന് റസൂൽ പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. രാത്രി നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ. പക്ഷെ നേരത്തെ ഉറങ്ങണേ പറയുമ്പോൾ എന്താ നമ്മൾ ഈ ശരിക്കും നമ്മുടെ രാത്രി വജഅൽനാ നൗമക്കും സുബാത വജഅൽനൽ ലൈല ലിബാസ എന്ന് പറഞ്ഞ ഈ ആയത്തിൽ വിശദീകരിച്ച് കാണുകയും ശരിക്കും നമ്മുടെ മെന്റലി നമ്മൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലാണ് മെന്റലി അത് നമ്മൾ സെറ്റ് ചെയ്ത സംഗതി. പക്ഷെ അല്ലാത്ത സമയത്ത് ഉറങ്ങുന്നേരം, സൂര്യ സമയത്ത് ഉറങ്ങുന്നേരം ഇത് ശരിക്കും ഉറങ്ങുന്നില്ല. ശരിക്കും രാത്രി ഉറങ്ങുന്നത്. പക്ഷെ അതെന്ത് ചെയ്യാണ്, അത് നമ്മൾ ഫ്ലൂറസന്റ് ലൈറ്റ് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉറക്കിന്റെ ഇതില്ലേ, മെലട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കിനെ നിയന്ത്രിക്കുന്ന ഹോർമോണിന്റെ എന്ത് ചെയ്യാണ്, അതിന്റെ ഉൽപാദനത്തിന് പ്രയാസം സംഭവിക്കുകയാണ്. മെലട്രോൺ ശരിക്കും വരുന്നത് രാത്രി ആ സൂര്യന്റെ അത് കഴിഞ്ഞാലാണ് മെലട്രോണിന്റെ വരുന്നത്. പക്ഷെ അതെന്ത് ചെയ്യാണ്, ഫ്ലൂറസന്റ് ലൈറ്റ് ഇങ്ങനെ കണ്ണി കടിച്ചിട്ട് അത് കൺഫ്യൂഷൻ ആയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ശരീരത്തെ തന്നെ നമ്മൾ കേടെടുത്താണ്. റസൂല് പറഞ്ഞ അത് ഖുർആൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആരോഗ്യമുള്ള ആൾക്കാരെന്നാണ്. അതുകൊണ്ടാണ് റസൂല് യശ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, യശ ഒരു ചർച്ചല്ല, യശ കഴിഞ്ഞ ഉടനെ റസൂൽ വിട്ട് പോയി അതിന് ഉറങ്ങാൻ നോക്കും. എന്നിട്ടോ നേരത്തെ എഴുന്നേൽക്കും. നമ്മള് നേരെ മറിച്ച യശ കഴിഞ്ഞാൽ പിന്നെ ഒരു 11, 12 മണി വരെ എങ്ങനെ നോക്കിയിരുന്ന് പിന്നാണ്ട് ഉറക്കം വരിക. അപ്പം തന്നെ സിസ്റ്റം കംപ്ലീറ്റ് തകരാറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാതെ റസൂൽ പറയാണ് നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റാ ബർക്കത്തുണ്ട്. അതിന് നിങ്ങൾ നേരത്തെ തഹജ്ജുദ് നിസ്കരിച്ചാലോ, നിങ്ങൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റബ്ബ് ഇങ്ങനെ നോക്കും. എന്താ എല്ലാവരും ഉറങ്ങും പറ്റും മാത്രം ചോദിക്കുക, എന്താ എനിക്ക് വേണ്ടി തരും, റബ്ബ് തരും. അതാണ് തരുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തരുത്. ഇത്രയും വലിയ ഓഫർ നഷ്ടപ്പെടുത്താതെ സുബഹിക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്താ പ്രശ്നം, വണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നാ വരില്ലേ. അങ്ങനെ വന്ന് ആ ഒരു ബർക്കത്തെടുക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നിന്റെ ഇബാദത്തുകളിൽ നിന്റെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയാതെ പലപ്പോഴും അശ്രദ്ധയിലേക്ക് പോകുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാത്തരം അശ്രദ്ധകളിൽ നിന്ന് മാറി ഈ മാർഗത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ, നീയാണ് രോഗം മാറ്റാൻ കഴിവുള്ളവൻ, നീയാണ് എല്ലാത്തിനും കഴിയുന്നവൻ. നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ മക്കൾ, സഹോദരിമാർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നമ്മുടെ സഹോദരന്റെ ഉമ്മ നമുക്കൊക്കെ അറിയാം, പ്രയാസത്തിലാണ്. അല്ലാഹുവേ, ഖൈറായത് ഏതാണെന്ന് നിനക്കറിയാം, അവരുടെ ജീവിതത്തിലേക്ക് ഹൈറായത് ഏതാണെന്ന് നിനക്കറിയാം. അല്ലാഹുവേ, ആ ഹൈറിലേക്ക് എത്രയും പെട്ടെന്ന് അവരെ നീ എത്തിച്ചനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കും പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ബർക്കത്തിന്, റഹ്മത്തിന് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ, മക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ എല്ലാത്തിലും ബർക്കത്തിന്, റഹ്മത്തിന് പ്രദാനം ചെയ്യണം റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ, അവിടെ എല്ലാത്തിലും, കുടുംബത്തിൽ എല്ലാത്തിലും നീ ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് നീ എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. മഴക്കെടുതി മൂലം ഒരുപാട് സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله.